Hi dear students, how are you? Welcome to my second session. സെക്കൻഡ് സെഷൻ എന്ന് തന്നെ പറയുമ്പോൾ നിങ്ങൾ അറിയാലോ, ഇതിന്റെ മുമ്പിൽ നമ്മൾ ഇതിന്റെ തന്നെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നു. അതായത് നമ്മളിവിടെ ചെയ്യുന്നത് CST 203 ലോജിക് സിസ്റ്റം ഡിസൈൻ എന്നുള്ള കമ്പ്യൂട്ടർ സയൻസിലെ സിലബസിലുള്ള ഒരു സബ്ജക്ട് എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ ഒരു അനാലിസിസ്, അപ്പൊ ഏത് ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സിലബസിലുള്ള മൊഡ്യൂൾ 1ന്റെ പ്രിപ്പറേഷൻ ആണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വീഡിയോ ലെങ്തി 30 മിനിറ്റ്സിൽ നമ്മൾ ചെയ്തത് 3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതിൽ ബേസ് കൺവേർഷൻസ് ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഹെക്സാഡെസിമൽ, ഡെസിമൽ, ബൈനറി, ഒക്ടൽ ഇങ്ങനെയുള്ള ബേസ് കൺവേർഷൻസ് ചെയ്തിരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ലെങ്ത് ആയിരുന്നു ആ വീഡിയോ. അപ്പൊ നമുക്കിപ്പോ രണ്ടാമത്തേതിൽ മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3യും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാലോ. ശരി, മൊഡ്യൂൾ 2 ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുവാണ്. മൊഡ്യൂൾ 2ൽ എന്തൊക്കെയാണുള്ളത്? പോസ്റ്റുലേറ്റ്സ് ഓഫ് ബൂളിയൻ ആൾജിബ്ര അല്ലെ, ബൂളിയൻ ആൾജിബ്ര, ബേസിക് തിയറം, പ്രോപ്പർട്ടീസ് ഓഫ് ബൂളിയൻ ആൾജിബ്ര, ബൂളിയൻ ഫംഗ്ഷൻ, canonical and standard form, simplification of Boolean function using K-map up to 5 variables. K-map എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ സിസ്റ്റത്തിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരെണ്ണമാണ് K-map. കൊർണോഫ് മാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. യൂസിങ് ഡോണ്ട് കെയർ കണ്ടീഷൻ, പ്രോഡക്റ്റ് ഓഫ് സം മൾട്ടിപ്ലിക്കേഷൻ, ടാബുലേഷൻ മെത്തേഡ്, പിന്നുള്ളത് ഡിജിറ്റൽ ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ അല്ലെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 2ലുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിയുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിന് ശേഷം ഈ മൊഡ്യൂളിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്നത് എന്ന് എന്തെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വരിക. അപ്പൊ ഏതെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടോപ്പിക്ക് കൂടുതൽ നോക്കണം എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ മൊഡ്യൂൾ 3യും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കേ. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്, ഡിസൈൻ ആൻഡ് പ്രൊസീജിയർ, ഡിസൈൻ പ്രൊസീജിയർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. ഏതൊക്കെ ലോജിക് സർക്യൂട്ട്സ് ആണ്? ബൈനറി ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, ബൈനറി പാരലൽ ആഡേഴ്സ്, carry look-ahead adder, BCD adder, code converter, magnitude comparator, decoder, demultiplexer, encoder, mux, so that's multiplexer, parity generator and checker. ഈ കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന മൊഡ്യൂൾ 2ല്, മൊഡ്യൂൾ 1ൽ പിന്നെയും ഒരു പ്രോബ്ലമാറ്റിക് രീതിയിൽ വരാം അല്ലെ. മൊഡ്യൂൾ 1ലും 2ലും പ്രോബ്ലമാറ്റിക് വരും. പക്ഷെ മൊഡ്യൂൾ 3ല് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ബൈനറി ആഡർ എന്താണ്, ബൈനറി സബ്ട്രാക്ടർ എന്താണ് എന്നുള്ളതൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം മാർക്ക് കിട്ടും. നിങ്ങൾക്ക് മൊഡ്യൂൾ കാണുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ. കാരണം അതിന്റെ അകത്ത് ഒത്തിരി വാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ഒന്നും ഇല്ല. ഓക്കെ, നമുക്കിത് പ്രൂവ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുക്കണം അല്ലെ. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്തോണ്ടിരുന്ന 2022, 2021 അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുവാണ്. അതിന്റെ അകത്ത് മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ, മൊഡ്യൂൾ 2ലുള്ളത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആ വന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ, കോഴ്സ് കോഡ് CST 203 ലോജിക് സിസ്റ്റം ഡിസൈൻ ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2020ലെയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് തിയറം. ആദ്യം മൊഡ്യൂൾ 2 തന്നെ നോക്കാം കേട്ടോ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് തിയറം. അതുപോലെ രണ്ടാമത്തെ എന്തായിരുന്നു? ഡിസൈൻ എ സർക്യൂട്ട് യൂസിങ് NAND ഗേറ്റ് ഫോർ ഇംപ്ലിമെന്റിംഗ് എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ. ഡി മോർഗൻസ് തിയറം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എന്തായിരുന്നു ഡി മോർഗൻസ് തിയറം എന്ന് പറയുന്നത്? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ, 2 വാല്യൂ അല്ലെ. A+B the whole bar equal to A bar dot B bar. അതുപോലെ തന്നെ 8 bar dot B bar equal to A+B the whole bar. ഇതാണല്ലോ നമ്മുടെ നിബോർഗസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫ് ആയിട്ട് എന്ത് എടുക്കാം? A+B equal to A+B the whole bar equal to A bar dot B bar ആണ്. അപ്പൊ ഇതിന്റെ പ്രൂഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസിന് എക്കും ബിക്കും വാല്യൂസ് എന്തൊക്കെയായിരിക്കും നമുക്ക് ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ വരുന്നത്? 0 അല്ലെങ്കിൽ 1 അല്ലെ. അപ്പൊ നമുക്ക് 2 ഇൻപുട്സ് ആകുമ്പോൾ നമുക്ക് 4 കേസസ് വരും. ഏതൊക്കെയാണ്? A equal to 0, B equal to 0, അല്ലെങ്കിൽ A equal to 1, B equal to 0, അല്ലെങ്കിൽ എന്താ? A equal to 0, B equal to 1, അല്ലെങ്കിൽ നാലാമത്തെ കേസ് എന്താ? 2ഉം 1 അല്ലെ. A equal to 1, B equal to 1. ആ 4 കേസിലും എന്തൊക്കെ അറേസ് ചെയ്യാം? A equal to 0, B equal to 0 ആകുമ്പോൾ എന്ത് സംഭവിക്കാം? A+B the whole bar എന്ന് പറയുമ്പോൾ എന്താ? 0 + 0 the whole bar equal to 0 whole bar equal to 1 ആണല്ലോ. അപ്പം A dot B the whole bar എന്ന് പറഞ്ഞാൽ എന്താ? A bar dot B bar the whole എന്ന് പറയുമ്പോൾ എന്ത് വരും? 0 bar dot 0 bar എന്ന് പറഞ്ഞാൽ 0 bar എന്ന് പറഞ്ഞാൽ എന്താ? 1.
1. ആൻസർ എന്ത് വരും? 1 വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? a plus b the whole bar equal to a bar dot b bar. അതുപോലെ തന്നെ ഈ സെയിം കേസിൽ നിങ്ങൾക്ക് 3 എണ്ണം ചെയ്യാൻ പറ്റുമല്ലോ ഈ സെയിം രീതിയിൽ. ബാക്കി എന്താണ്? a equal to 1 b equal to 1 ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? a equal to 0 b equal to 0, അതുപോലെ a equal to 1 b equal to 1. അങ്ങനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ ഡി മോർഗൻസ് തിയറം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടത്. ഡി മോർഗൻസ് തിയറം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? ഡിസൈൻ എ സർക്യൂട്ട് യൂസിങ് NAND ഗേറ്റ് ഫോർ ഇംപ്ലിമെന്റിംഗ് എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ. നിങ്ങൾ അത് പഠിച്ചേ പറ്റുള്ളൂ. നമ്മുടെ ഗേറ്റ്സ് അല്ലെ, നമുക്ക് ഏതൊക്കെയുണ്ട്? ആൻഡ് ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്, നാൻഡ് ഗേറ്റ് ഉണ്ട്, നോർ ഉണ്ട്, എക്സ്ക്ലൂസീവ് ഓർ ഉണ്ട്, എക്സ്ക്ലൂസീവ് നോർ. ഇതിനെല്ലാം നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷനും നോർ ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും ക്രിയേറ്റ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾ പഠിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ഡീറ്റെയിൽ സർക്യൂട്ടിൽ പഠിച്ചേ പറ്റുള്ളൂ. അതിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അപ്പൊ ഡിസൈൻ എ സർക്യൂട്ട് യൂസിങ് നാൻഡ് ഗേറ്റ് ഫോർ ഇംപ്ലിമെന്റിംഗ് എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ അതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിൽ എ ബാർ എയും ബിയും ഔട്ട്പുട്ട് ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് വൈ ആയിട്ടും എടുത്തിരിക്കുന്നത് ഇതിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. അത് നിങ്ങൾക്ക് കാണാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പം അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് നമ്മുടെ 3 മാർക്സ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് തിയറം ഡിസൈൻ. അപ്പൊ നമുക്ക് മറ്റതിൽ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് നോക്കിക്കേ. എന്തായിരുന്നു? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് തിയറം അല്ലെ. അത് തന്നെയല്ലേ നമ്മളിപ്പോ ചെയ്തത്. മൂന്നാമത്തെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹണ്ടിങ്ടൺസ് പോസ്റ്റുലേറ്റ്സ് പ്രൂവ് ദാറ്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഹണ്ടിങ്ടൺസ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പോസ്റ്റുലേറ്റ്സ് ഉണ്ട്, എക്സ് ഡോട്ട് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളതൊക്കെ. അപ്പൊ അത് വെച്ചിട്ടും നിങ്ങൾ അത് പക്ഷെ റെയർ കേസിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 2021 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, റെയർ കേസിലാണ് വന്നിരിക്കുന്നത്. അപ്പം മിക്കവാറും തന്നെ ഡി മോർഗൻസും ഉണ്ടാകും, പിന്നെ ഇതുപോലെ എക്സ്റ്റൻഷനും. ഇതെന്ന് പറയുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണേ, അല്ല 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് നോക്കിക്കേ. പ്രൂവ് ദാറ്റ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് യൂസിങ് ബൂളിയൻ ആൾജിബ്ര പോസ്റ്റുലേറ്റ് ആൻഡ് റൂൾസ് അല്ലെ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ്. അപ്പം ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞ പോലെ നമുക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരാൻ പറ്റിയ രീതിയാണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? നമ്മുടെ ബൂളിയൻ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബൂളിയൻ റൂൾസ് യൂസ് ചെയ്യണം അല്ലെ. .1 എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിബിൾ യുണീക് ബൂളിയൻ ഫംഗ്ഷൻ വിച്ച് ക്യാൻ ബി ഫോം ബൈ യൂസിങ് n ബൂളിയൻ വേരിയബിൾസ്. അതിന്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയായിരുന്നു? 2n അല്ലേ. അപ്പൊ 1 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു? 1 ആണെങ്കിൽ 2 ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ 2 ഇൻപുട്സ് ആണെങ്കിൽ എത്ര എന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷനും കൂടി നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇവിടെ പക്ഷേ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡി മോർഗൻസ് ലോ മാത്രമായിരുന്നു. ബാക്കി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബൂളിയൻ ആൾജിബ്രയിൽ നിന്ന് ഡി മോർഗൻസ് ലോ എന്നുള്ള 3 മാർക്സും പഠിക്കണം. അതുപോലെ തന്നെ ഗേറ്റ് ഫംഗ്ഷൻസ് ബൂളിയൻ ഫംഗ്ഷൻസും പഠിക്കണം. അതുപോലെ ലോജിക് ഗേറ്റ്സിന്റെ അല്ലെ ഇംപ്ലിമെന്റേഷൻ ഓഫ് വേരിയസ് ഗേറ്റ്സ് യൂസിങ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും വെച്ചുള്ളത് പഠിക്കണം. ഓക്കെ, അപ്പൊ അതാണ് 3 മാർക്സിനുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് 3 മാർക്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പോകാം അല്ലെ. അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ മോഡ്യൂൾ 3-ലെ 2 മാർക്സ് ക്വസ്റ്റ്യൻ 3 മാർക്സ് ക്വസ്റ്റ്യന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അടുത്ത നോക്കിയേ. ഡിസൈൻ എ ഹാഫ് ആഡർ സർക്യൂട്ട് യൂസിങ് എനി യൂണിവേഴ്സൽ ഗേറ്റ്. ഹാഫ് ആഡർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 2 ഇൻപുട്ടേ നമുക്ക് വരുള്ളൂ അല്ലെ. ഡിസൈൻ എ ഹാഫ് ആഡർ സർക്യൂട്ട്. ഹാഫ് ആഡർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഏതൊക്കെയായിരുന്നു? എയും ബിയും ആണ്. അതിന്റെ കൂടെ സമ്മും ക്യാരി ഔട്ടും മാത്രമേ വരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയും ബി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതണം കേട്ടോ. സോറി, ഞാൻ ഇവിടെ ട്രൂത്ത് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. എയും ബി എന്ന് പറയുമ്പോൾ സമ്മ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താ എക്സോർ ഗേറ്റ് ആണ് വെക്കുന്നത്. അതിൽ നിന്നൊരു ആൻഡ് ഗേറ്റ് വരുമ്പോഴാണ് നമ്മുടെ ക്യാരി വരുന്നത്. ട്രൂത്ത് ടേബിൾ മാർക്കല്ല, ഞാൻ ഇവിടെ ട്രൂത്ത് ടേബിൾ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ അത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഹാഫ് ആഡർ സർക്യൂട്ട് എന്ന് പറയുന്ന 3 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ ഇതിൽ ഒരു വ്യത്യാസം വരുന്നില്ല. നമ്മുടെ ഈ ഫസ്റ്റ് വൺ ഇതിന് ഒരു മാർക്കും ഇതിന് നമ്മുടെ ഈ ഗേറ്റ് സിസ്റ്റത്തിന് ഒരു മാർക്കും ട്രൂത്ത് ടേബിളിന് ഒരു മാർക്കും കൂടി ആയിരിക്കും. അപ്പം 3 മാർക്ക് അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഒരു മാറ്റവും വരാനില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ ദ ലോജിക് സർക്യൂട്ട് ലോജിക് ഡയഗ്രാം ഓഫ് എ 2:1 മൾട്ടിപ്ലക്സർ സർക്യൂട്ട്. 2:1 മൾട്ടിപ്ലക്സർ സർക്യൂട്ടിൽ നമുക്ക് എന്താ വരുന്നത്? നമുക്കൊരു സെലക്ടർ ഉണ്ടായിരിക്കും. എ ബി എന്ന് പറഞ്ഞ 2 ഇൻപുട്ട് ഉണ്ടാവും, വൈയും ഉണ്ടാവും അല്ലെ. ഔട്ട്പുട്ട് വൈയും ഉണ്ടാവും. അപ്പൊ സെലക്ടർ എന്താ? സെലക്ടർ S0 ആണെങ്കിൽ എ, അല്ലെങ്കിൽ S1 ആണെങ്കിൽ ബി ആണ് ഔട്ട്പുട്ട് വരേണ്ടത്. അതാണ് നമ്മുടെ മൾട്ടിപ്ലക്സർ അല്ലെ.
ഒത്തിരി ഇൻപുട്ടിൽ നിന്ന് ഒറ്റ ഔട്ട്പുട്ടിലേക്ക് യൂസിങ് സെലക്ടർ എന്നുള്ള രീതിയിലാണ് നമുക്ക് വെക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സർക്യൂട്ട് ഇതും വരച്ചാൽ മതി കേട്ടോ. 2:1 മാർക്സ്. അപ്പൊ ഇൻപുട്ട് ഇവര് I0 I1 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, Y ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എസ്. ഇപ്പൊ ഇത് ഇവിടെ സെലക്ടർ കൊടുത്തിട്ടുണ്ട് അല്ലെ. സെലക്ടർ S0 ആയിരിക്കുമ്പോൾ I0 കിട്ടും, S1 ആകുമ്പോൾ I1 കിട്ടും. അപ്പൊ രണ്ടും നമുക്ക് എന്തിലേക്ക് വെച്ചു? ആൻഡ് ഗേറ്റിലേക്ക് വെച്ചു. അത് കഴിഞ്ഞ് ഒരു സെലക്ടർ കൊടുത്തു രണ്ടിടത്തേക്കും, പിന്നെ അതിനെ കണക്ട് ചെയ്ത് ഓർ ഗേറ്റിലേക്ക് വെച്ചു. ഇതാണ് നമ്മുടെ ലോസ് സർക്യൂട്ട് ഡയഗ്രം. അപ്പൊ ഇത് മൂന്നും കൂടെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് 3 മാർക്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ 3 മാർക്സ് അതിന്റെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ഒന്ന് നോക്കാലോ അല്ലെ. നോക്കിക്കേ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡീകോഡർ ആൻഡ് ഡിമൾട്ടിപ്ലെക്സർ. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ എന്താണ്? നമുക്ക് മോഡ്യൂൾ 1ലും മോഡ്യൂൾ 2ലും നമുക്ക് ഒത്തിരി പ്രോബ്ലംസും ഒരു ഇച്ചിരി ട്വിസ്റ്റഡ് രീതിയിൽ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ മോഡ്യൂൾ 3ൽ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ചോദിക്കാനേ പറ്റത്തില്ല. ഓക്കെ, മോഡ്യൂൾ 3ൽ നമുക്ക് നിങ്ങളിപ്പോ കണ്ടല്ലോ 3 മാർക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡീകോഡർ ആൻഡ് ഡിമൾട്ടിപ്ലെക്സർ. നമുക്ക് ഡീകോഡർ ആൻഡ് ഡിമൾട്ടിപ്ലെക്സർ എന്ന് പറയുമ്പോൾ നമുക്കത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ അത് രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിസൈൻ എ ഹാഫ് ആർഡർ സർക്യൂട്ട് ഫ്രം ഇറ്റ്സ് ട്രൂത്ത് ടേബിൾ. അത് തന്നെയല്ലേ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഹാഫ് ആർഡർ എന്തായിരുന്നു? 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ട്. ഏതൊക്കെയായിരുന്നു? സമ്മും ക്യാരിയും. ഹാഫ് ആർഡർ തന്നെ നമുക്ക് 3 മാർക്കിന് വരുള്ളൂ. ഫുൾ ആർഡർ അല്ലെ ഫുൾ സബ്ട്രാക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഹയർ മാർക്സിൽ മാത്രമേ നമുക്ക് വരുള്ളൂ. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ചാൽ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയേ, ഡിസൈൻ ആൻഡ് ഈവൻ പാരിറ്റി ജനറേറ്റർ യൂസിങ് എക്സോർ ഗേറ്റ് അല്ലെ. നമുക്ക് പറഞ്ഞു ഈ ഈവൻ പാരിറ്റി അല്ലെങ്കിൽ ഓഡ് പാരിറ്റി ജനറേറ്റർ എന്നുള്ളത് 4-bit കോഡിൻ്റെത്. അതുപോലെ ഡിസൈൻ ആൻ ഒക്ടൽ ടു ബൈനറി എൻകോഡർ സർക്യൂട്ട് യൂസിങ് ഓർ ഗേറ്റ് കേട്ടോ. ഇതിലെല്ലാത്തിലും നമുക്കറിയാം എൻകോഡർ, ഡീകോഡർ, മക്സ്, ഡിമക്സ്, ഹാഫ് ആർഡർ, ഫുൾ ആർഡർ ഇങ്ങനത്തെ മാത്രമേ ചോദിക്കുകയുള്ളൂ. അതിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരത്തില്ല. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയായിരുന്നു അല്ലെ, ഒക്ടൽ, ഡെസിമൽ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസസ് ഉള്ളത്. പക്ഷേ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ ആണെങ്കിലും തേർഡ് മോഡ്യൂളിലാണെങ്കിലും സെക്കൻഡ് മോഡ്യൂളിൽ കുറച്ചുകൂടെ ട്വിസ്റ്റഡ് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഏതാ ഈ ബൂളിയൻ ആൾജിബ്രയും അതുപോലെ തന്നെ നമ്മുടെ കെ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ തേർഡ് മോഡ്യൂളിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് വരാനില്ല. നമുക്ക് ഒരു ലെവലിൽ പഠിക്കുവാണെങ്കിൽ അത് തന്നെയായിരിക്കും, മാറ്റം ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇതും ഡൗട്ട് ക്ലിയർ ആയല്ലോ. തേർഡ് മോഡ്യൂളിന്റെയും സെക്കൻഡ് മോഡ്യൂളിന്റെയും തേർഡ് മോഡ്യൂളിന്റെ പാർട്ട് എ എന്നുള്ളത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ നമ്മുടെ സിലബസ് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ എന്തൊക്കെയായിരുന്നു മെയിൻ ആയിട്ട് നോക്കേണ്ടത്? നിങ്ങൾക്ക് ബൂളിയൻ ആൾജിബ്ര, തിയറംസ് ആൻഡ് പ്രോപ്പർട്ടീസ് കേട്ടോ. നമുക്കൊരു പ്രൂഫ് തരുവാണെങ്കിൽ തിയറംസ് ആൻഡ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കെ മാപ്പ് ഒന്നും ചെറിയതിൽ ചോദിക്കത്തില്ല. പിന്നുള്ളത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗേറ്റ്സ് അല്ലെ, ഗേറ്റ്സിന്റെ ട്രൂത്ത് ടേബിളും അതും എല്ലാം വെച്ചതിന് ശേഷം ഡിജിറ്റൽ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ മോഡ്യൂൾ 3ലുള്ളത് നമുക്ക് ഏതായിരുന്നു? ചെറുത് BCD ആയിട്ടല്ല, ഫുൾ ആഡർ അല്ല, ഹാഫ് ആഡർ, ഹാഫ് സബ്ട്രാക്ടർ, അങ്ങനത്തെ എല്ലാം ചെറുതായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പാരിറ്റി ജനറേറ്റർ, മക്സ്, ഡിമക്സ് അതൊക്കെ ചെറുതായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് 3 മാർക്സിന് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് 3 മാർക്സിന് വേണ്ടി നോക്കേണ്ടത്. ഇനി നമ്മുടെ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നോക്കാലോ. മോഡ്യൂൾ 2ൽ നോക്കിക്കേ, യൂസിങ് കെ മാപ്പ് സിംപ്ലിഫൈ ദ ഫംഗ്ഷൻ. നിങ്ങൾ ഉറപ്പിച്ച് പറയാം, മോഡ്യൂൾ 2ൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒരു കെ മാപ്പ് ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് വരാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. എങ്ങനെയാണ്? ഒരു കെ മാപ്പ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ഡോണ്ട് കെയർ കണ്ടീഷൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ POSും SOPയും അതൊക്കെ തിരിച്ചു ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കുക. POS ആണോ SOP ആണോ എന്നുള്ള രീതിയിൽ ശ്രദ്ധിച്ച് വായിക്കണം. അതുപോലെ തന്നെ ഡോണ്ട് കെയർ കണ്ടീഷൻസ് ഉണ്ടോ നോക്കണം. നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ അല്ലെ, സിഗ്മ ആണോ പൈ ആണോ എന്നൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ചാടി കയറി ആൻസർ ചെയ്യാൻ നോക്കും. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. സിഗ്മ ആണോ പൈ ആണോ, അതായത് POS ആണോ SOP ആണോ നോക്കണം. അതുപോലെ ഡോണ്ട് കെയർ കണ്ടീഷൻസ് ഉണ്ടോ നോക്കണം. അത് മൊത്തത്തിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ട്രൂത്ത് ടേബിൾ വെച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, യൂസിങ് കെ മാപ്പ് സിംപ്ലിഫൈ ദ ഫംഗ്ഷൻ F = ഈ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഡോണ്ട് കെയർ ഇല്ല. അപ്പൊ ജസ്റ്റ് അത് തന്നെയല്ല, ഞാൻ സാധാരണ ഫോളോ ചെയ്യുന്ന പോലെ വേറൊരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാം എന്തൊക്കെയായിരുന്നു. 0, 1, 2, 3 അല്ലെ, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അപ്പൊ ഇവിടെ നമുക്കറിയാം സിഗ്മ ആയതുകൊണ്ട് നമുക്ക് എന്താ 2, 3 ഈ വാല്യൂസിലാണ് നമ്മൾ 1 ചെയ്യും. അതിനുശേഷം നമ്മൾ അതിനെ കോമൺ ആയിട്ട് മാപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെ സിംപ്ലിഫിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനാണ് 8 മാർക്ക് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിന്റെ എന്താണ്
എക്സ്പ്ലെയിൻ ദ എബോവ് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ഓഫ് മാക്സിമം ടേംസ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റി മാക്സ് ടേംസിലേക്ക് മാറ്റണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ. അപ്പൊ അതിനാണ് 6 മാർക്കിനുള്ളത്. അതുപോലെ തന്നെ ഓർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അതും ദേ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ കെ മാപ്പ് തന്നെയാണ്. അപ്പൊ 2 ക്വസ്റ്റ്യനും അപ്പൊ എങ്ങനെ വന്നാലും മൊഡ്യൂൾ 2 കെ മാപ്പ് ഇല്ലാത്തൊരു രീതി ഇല്ല അല്ലെ. കെ മാപ്പ് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. പിന്നെ അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ, എക്സ്പ്രസ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇൻ എ കനോണിക്കൽ ഫോം അല്ലെ. കനോണിക്കൽ ഫോം എന്താന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം ആണല്ലോ. അപ്പൊ കനോണിക്കൽ ഫോമിന് വേണ്ടി നമുക്ക് എങ്ങനെ അറിയാം നോക്കിയേ, ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, a പ്ലസ് ബി ഈക്വൽ ടു a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് സി ഇൻറ്റു ബി ബാർ പ്ലസ് സി ബാർ ഇൻറ്റു സി പ്ലസ് എ. അപ്പൊ ഇതിനെ, ഈ എബോവ് ഫംഗ്ഷനെ കാനോണിക്കൽ പിയേഴ്സ് ഫോമിലേക്ക് നമുക്ക് എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് സി ഇൻറ്റു ബി ബാർ പ്ലസ് സി ബാർ ഇൻറ്റു സി പ്ലസ് എ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലെ, a പ്ലസ് സി ഉണ്ട്, സോറി സി പ്ലസ് എ ഉണ്ട്. ഈ a പ്ലസ് സി ഇൻറ്റു സി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ബൂളിയൻ ലോ വെച്ചിട്ട്. അപ്പൊ നമുക്ക് അതിനെ ഒന്നാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ട്, a പ്ലസ് ബി ഇൻറ്റു a പ്ലസ് സി ഇൻറ്റു ബി ബാർ പ്ലസ് സി ബാർ. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ a പ്ലസ് ബി ഉള്ളൂ, അതിന്റെ കൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാം, സി എന്ന് പറഞ്ഞൊരു ടേം കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഓരോന്നിലും നമുക്ക് ഇല്ലാത്ത ടേം ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ. അപ്പം നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ നമുക്ക് അതും കൂടി ഇവിടെ ആഡ് ചെയ്യാണ്, സി ഇൻറ്റു സി ബാർ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇല്ലാത്ത ടേം, എയും ഉണ്ട് സിയും ഉണ്ട്, അപ്പൊ ബി ഇല്ല, ബി ഇൻറ്റു ബി ബാർ. അപ്പൊ ഇവിടെ എന്തുണ്ട്, ബി ബാറും സി ബാറും ഉണ്ട്, എ ആഡ് ചെയ്യാം, എ ഇൻറ്റു എ ബാർ. അതിനുശേഷം നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ കാനോണിക്കൽ ഫോം കിട്ടും. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമുക്കൊരു ബൂളിയൻ ഫംഗ്ഷനെ കാനോണിക്കൽ പിയേഴ്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 2 ലോങ് ആൻസർ ക്വസ്റ്റ്യൻ. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറോട് നമുക്ക് ഇപ്പൊ നോക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ, മൊഡ്യൂൾ 2 എന്തായാലും നമ്മുടെ ഒരു ലോങ് ആൻസറിന്റെ അകത്ത് എന്ത് വരും, ഒരു കെ മാപ്പ് വരും അല്ലെ. അതുപോലെ കാനോണിക്കൽ ഫോം. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാമല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ ഡിഫൈൻ ബൂളിയൻ ഓൾജിബ്ര. ഓൾജിബ്ര എന്താണ് ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഷോ ദാറ്റ് ഡിജിറ്റൽ സർക്യൂട്ട് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ അല്ലെ. നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഡിജിറ്റൽ സർക്യൂട്ട്സിനെയും നമുക്ക് എന്ത് പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാം. നാൻഡ് ആൻഡ് ഓർ എന്നുള്ള എല്ലാം ചെയ്തതിനു ശേഷം നാൻഡും നോറിനെ നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചാൽ മാത്രം മതി. 6 മാർക്സ് ആണ്. അതിന്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു കണ്ടോ, സിംപ്ലിഫൈ ദ ബൂളിയൻ എക്സ്പ്രഷൻ യൂസിങ് കെ മാപ്പ് കണ്ടല്ലോ. അതുപോലെ തന്നെ ടാബുലേഷൻ യൂസ് ചെയ്ത് അതിനെ പ്രൂവ് ചെയ്യണം. അത് രണ്ടുമാണ് നമുക്ക് അതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് മറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാലോ. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് കണ്ടോ, എക്സ് ഓർ ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട് അല്ലെ, എ ബി ബാർ പ്ലസ് എ ബാർ ബി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, യൂസിങ് ഡി മോർഗൻസ് തിയറം ആൻഡ് അതർ ബൂളിയൻ ഓൾജിബ്ര ലോസ് ഓർ റൂൾസ് ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ എക്സ്ക്ലൂസീവ് നോ ഗേറ്റ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എക്സ് ഓർ ഗേറ്റ് തന്നിട്ടുണ്ട്. ഡി മോർഗൻസ് തിയറം യൂസ് ചെയ്തത് നമ്മൾ എക്സ്-നോർ ഡിറൈവ് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന്റെ ഓർ ക്വസ്റ്റ്യൻ എന്താ, രണ്ടാമത്തെ പാർട്ട് എന്താ, സിംപ്ലിഫൈ ദ ഫംഗ്ഷൻ കണ്ടോ. ഇതിന്റെ അകത്ത് കെ മാപ്പ് ഉണ്ട്, സോറി എന്താണ് ഡോൺ കെയർ കണ്ടീഷൻ ഉണ്ട്. കെ മാപ്പിന്റെ ഒരു സിഗ്മ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൺ കെയർ കണ്ടീഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റേഷൻ യൂസിങ് നാൻ ഗേറ്റ്. മറക്കരുത്, ഏതെങ്കിലും ഒരു രീതി കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ പോരാ. ഓക്കെ, അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ, 14 ക്വസ്റ്റ്യൻ. സിമ്പിൾ, യൂസിങ് നോർ ഗേറ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, 2 ഇൻപുട്ട് നോർമൽ ആൻഡ് കോംപ്ലിമെന്റ് ഇൻപുട്ട് വാല്യൂ എഫ് എക്സ് വൈ ഇസഡ് എന്നുള്ളത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അത് വളരെ സിമ്പിൾ ആയിപ്പോ അല്ലെ. അതിന്റെ കൂടെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബോത്ത് കാനോണിക്കൽ ഫോം. നമ്മളിപ്പോ കാനോണിക്കൽ ഫോം ഇംപ്ലിമെന്റേഷൻ കണ്ടല്ലോ. അപ്പൊ അതാണ് നമ്മുടെ മോഡ്യൂൾ 2 കാര്യം. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, ലോങ് ആൻസർ ക്വസ്റ്റിന് വേണ്ടി മൊഡ്യൂൾ 2 എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മൊഡ്യൂൾ 2 എന്ന് പഠിക്കേണ്ടത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ. അതുപോലെ കെ മാപ്പ് പഠിച്ചാൽ നമുക്ക് ഏകദേശം തന്നെ മാർക്ക് കിട്ടും അല്ലെ. ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ ഉണ്ട്, കാനോണിക്കൽ ഫോം അത് ഇടയ്ക്ക് ഇപ്പൊ 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു അല്ലെ. കാനോണിക്കൽ ഫോം എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അതുപോലെ തന്നെ ഇംപ്ലിമെന്റേഷൻ ഓഫ് ബൂളിയൻ ഫംഗ്ഷൻ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ കെ മാപ്പ്. ഇത്രയാണ് നമ്മുടെ ലോങ് ആൻസർ ക്വസ്റ്റിന്റെ അകത്ത് മൊഡ്യൂൾ 2 വരാൻ ചാൻസ് ഉള്ളത്. ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയല്ലോ അല്ലെ. ഓക്കെ, നമുക്ക് ഇനി മൊഡ്യൂൾ 3 പോകാം. മൊഡ്യൂൾ 3 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നു. മൊഡ്യൂൾ 3 ലോങ് ആൻസർ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസൈൻ എ ഫുൾ സബ്ട്രാക്ടർ സർക്യൂട്ട്. ഇതിലും സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഡിസൈൻ എ ഫുൾ സബ്ട്രാക്ടർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം അല്ലെ. ഫുൾ സബ്ട്രാക്ടറിന്റെ ഒരു ജസ്റ്റ് ഇൻപുട്ട് കൊടുക്കുക, അതിനുശേഷം നമുക്ക് അതിന്റെ ലോജിക് സിമ്പിൾ കൊടുക്കുക, ലോജിക് സിമ്പിൾ അതിനുശേഷം അതിന്റെ ട്രൂത്ത് ടേബിൾ അല്ലെ. അപ്പം ഫുൾ സബ്ട്രാക്ടർ എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 ഇൻപുട്ട് വരും അല്ലെ. 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. അതിനെ ബേസ് ചെയ്ത് എന്താണ് നമ്മുടെ ഡിഫറൻസ് കൊണ്ട്
ക്യാരി ഔട്ടും ഉണ്ട് അല്ലെ. ക്യാരി ഔട്ടും അല്ല, നമ്മുടെ ആൻസർ ഉണ്ട്, റിമൈൻഡർ വാല്യൂസും ഉണ്ട്. അപ്പൊ അത് വെച്ചതിന് ശേഷം നമ്മുടെ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസും കിട്ടും, അതുപോലെ തന്നെ ബോറോ വെച്ചിട്ടുള്ള വാല്യൂം കിട്ടും. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇത്രയും കംപ്ലീറ്റ് എഴുതിയാൽ മാത്രമേ നമുക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഫുൾ മാർക്ക് എത്രയ്ക്കാ? 6 മാർക്കാണ്. അപ്പൊ അത്രയും കിട്ടണമെങ്കിൽ ഇത്രയും കംപ്ലീറ്റ് എഴുതണം. ഓക്കെ. പിന്നുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിസൈൻ എ കോഡ് കൺവേർട്ടർ ഫോർ കൺവേർട്ടിംഗ് BCD ടു XS3 കോഡ് അല്ലെ. BCD ടു XS3 കോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരുന്നു വേണ്ടത്? BCD ടു XS3 കോഡ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം കഴിഞ്ഞിട്ട് 000 എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് 3ാമത്തെ വാല്യൂ ആണ് നമ്മുടെ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ 000 ആണെങ്കിൽ എന്ത് വരും? 0011. അതുപോലെ തന്നെ 0001 ആണെങ്കിൽ 0100. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ XS3 കോഡ് അല്ലെ. 0 ആണെങ്കിൽ 3ാമത്താണ് അതിന്റെ XS3 ആയിട്ട് വരുന്നത്, 1 ആണെങ്കിൽ 4ാമത്തത്, അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ അതിന്റെ കെ മാപ്പ് വരയ്ക്കണം, അതിനുശേഷമുള്ള അതിന്റെ ഇംപ്ലിമെന്റേഷനും ചെയ്യണം. ക്ലിയർ ആണോ? ഇത്രയും കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഡിസൈൻ എ കോഡ് കൺവേർട്ടർ ഫോർ കൺവേർട്ടിംഗ് BCD ടു XS3 കോഡ്. ഇതിനൊന്നും ഒരു കോംപ്ലിക്കേഷനും വരാനില്ല. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു മോഡ്യൂൾ 3 നമുക്കറിയാം, നമുക്ക് ആ സിലബസിലുള്ള കാര്യങ്ങൾ ഫുൾ സബ്ട്രാക്ട് എന്ന് പറയുമ്പോൾ ഹാഫ് സബ്ട്രാക്ട് ഉണ്ട്, ഫുൾ സബ്ട്രാക്ട് ഉണ്ട്. അത് ചിലപ്പോൾ ഫുൾ സബ്ട്രാക്ടറും ലോങ് ആൻസറിനും ചോദിക്കാം, ഹാഫ് സബ്ട്രാക്ടർ ഷോർട്ട് ആൻസർ ചോദിക്കാം. അതുപോലെ പാറ്റേൺ ജനറേറ്റർ, മക്സ്, ഡിമക്സ്, എൻകോഡ്, അതൊക്കെ ഓരോരോ ഷോർട്ട് ആയിട്ടുള്ള വാല്യൂസ് ആണ് അല്ലേ. അപ്പൊ അതിന് ഒത്തിരി വ്യത്യാസമൊന്നും വരാനില്ല മോഡ്യൂൾ 3. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ. അതിന്റെ ഓർ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? എക്സ്പ്ലെയിൻ BCD ആഡർ യൂസിങ് ബ്ലോക്ക് ഡയഗ്രാം. ഇത്ര സിമ്പിൾ ആയിട്ടാ ഒരു BCD ആഡർ. നിങ്ങൾ ഈ സബ്ജക്റ്റിനെ നിങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതുകൊണ്ട് മാത്രം അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ മാത്രം നോക്കുക. BCD ആഡർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആൻസർ 9നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളതിന് ആൻസർ ഉള്ളതായിരുന്നു അല്ലെ. അപ്പൊ ആ വാല്യൂസ് അതിന്റെ ട്രൂത്ത് ടേബിളും പറയാ, അതിന്റെ കെ മാപ്പ് വരച്ചതിന് ശേഷം ആ വാല്യൂസ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് BCD ആഡർ എന്ന് പറയുമ്പോൾ. അത് മാത്രമേ നമുക്ക് അവിടെ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ അതിലൊരു വ്യത്യാസവും ഇല്ല. ഇപ്പം പല ഡിസൈൻ ചെയ്യുക അങ്ങനെ വല്ലതും വരുമാനത്തിൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ മൊഡ്യൂൾ 3 വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലെ. ഇപ്പൊ ഫസ്റ്റ് മോഡ്യൂളിലാണെങ്കിൽ നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാം എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതിന്റെ ടെൻഷൻ വേണ്ട. തേർഡ് മോഡ്യൂളിൽ ഒട്ടും ടെൻഷനോ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് എടുക്കാം. കാരണം തേർഡ് മോഡ്യൂളിൽ അത്രേ വരാനുള്ളൂ. ഫുൾ സബ്ട്രാക്ടർ, ഫുൾ ആഡർ, പാറ്റേൺ ജനറേറ്റർ, മക്സ്, ഡിമക്സ്, ഇങ്ങനെയുള്ള ഷോർട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതാണ് മോഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ. അതിലൊരു മാറ്റം വരുത്താനില്ല. ഓക്കെ. പിന്നുള്ളത് നോക്കിയേ, 2-bit മാഗ്നിറ്റ്യൂഡ് കമ്പാരറ്റർ. 2-bit മാഗ്നിറ്റ്യൂഡ് കമ്പാരറ്റർ നോക്കിയേ എത്ര ചെറുതായിട്ടുള്ളതാ. 2-bit 2 ഇൻപുട്ട് മാഗ്നിറ്റ്യൂഡ് കമ്പാരറ്റർ എന്ന് പറയുമ്പോൾ 3 രീതി വരും അല്ലെ. ഒന്നെങ്കിൽ A less than B, A equal to B, A greater than B. നമ്മളൊരു സെലക്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതങ്ങ് അതിന്റെ 2-bit കമ്പാരറ്ററിന്റെ സർക്യൂട്ടും ഇതാണ്. ഇത്രയും മാത്രമേ ഇതിന്റെ അകത്ത് വരാനുള്ളൂ. ഇതിൽ ഒത്തിരി വ്യത്യാസം വരില്ല. അപ്പൊ ഇതാണ് നിങ്ങളുടെ തേർഡ് മോഡ്യൂളിന്റെ ലോങ് ആൻസർ ക്വസ്റ്റ്യന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ തേർഡ് മോഡ്യൂൾ എന്തൊക്കെയാ ചോദിച്ചാൽ ഡിസൈൻ എ ഫുൾ സബ്ട്രാക്ടർ, ഡിസൈൻ എ കോഡ് കൺവേർട്ടർ ഫോർ കൺവേർട്ടിംഗ് BCD ടു XS3 കോഡ്, BCD ആഡർ, 2-bit മാഗ്നിറ്റ്യൂഡ് കമ്പാരറ്റർ. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയേ മോഡ്യൂൾ 3 നോക്കിയേ പാരലൽ ആഡർ ഓർ സബ്ട്രാക്റ്റഡ് സർക്യൂട്ട് അല്ലെ. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ ഒരു വ്യത്യാസം വരുന്നില്ല. സർക്യൂട്ട് വിത്ത് ജനറൽ ബ്ലോക്ക് ഡയഗ്രമാ, ലോജിക് ഡയഗ്രമാ. അപ്പൊ അതിൽ ഒരു കോംപ്ലിക്കേഷനും വരാനില്ല. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ക്യാരി ലുക്ക് ഹെഡ് ആഡർ സർക്യൂട്ട് ഫോർ എ 4-bit ബൈനറി അഡീഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലെ. പിന്നെ 4x2 എൻകോഡർ സർക്യൂട്ട്, ഡിസൈൻ എ കോഡ് കൺവേർട്ടർ സർക്യൂട്ട് ഫോർ കൺവേർട്ടിംഗ് ബൈനറി നമ്പർ ടു BCD നമ്പർ. ഇത് തന്നെയല്ലേ നമ്മളിപ്പോ പഠിച്ച BCD ആഡർ പഠിച്ചു. ഇത് BCD നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മാത്രമാണ് നമ്മുടെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിയേക്കാം. How does a look ahead carry reduces the carry propagation time in binary parallel adder? അത് ഡെറിവേഷനും അതിന്റെ ബൂളിയൻ ഫംഗ്ഷനും കാണിച്ചാൽ മാത്രം മതി. കണ്ടോ, ഡിറൈവ് ദ ബൂളിയൻ ഫംഗ്ഷൻ ഫോർ ക്യാരി ഔട്ട്പുട്ട് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എ 4-bit ലുക്ക് അഹെഡ് ക്യാരി ജനറേറ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ആ ലുക്ക് അഹെഡ് ക്യാരിയുടെ കാര്യം പറയണം. അതിനുശേഷം അതിന്റെ പ്രൊപ്പഗേഷൻ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനിയുള്ള എന്താ? ഡിസൈൻ എ 4-bit BCD ആഡർ ആൻഡ് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രം. അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പഠിച്ചത്, 4-bit BCD ആഡർ. അതുപോലെ നോക്കിയാൽ ഡിസൈൻ എ ഫുൾ ആഡർ സർക്യൂട്ട്. നേരത്തെ നമുക്ക് എന്ത് പറഞ്ഞായിരുന്നു? ഒരു ഫുൾ സബ്ട്രാക്ടർ പറഞ്ഞു. ഇവിടെ ഫുൾ ആഡർ സർക്യൂട്ട് യൂസിങ് ഡീകോഡർ ആൻഡ് എക്സ്റ്റേണൽ ഗേറ്റ്സ്. അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? ഡിസൈൻ എ 3-bit ഗ്രേ ടു ബൈനറി കോഡ്. അവിടെ നമ്മൾ ബൈനറി ടു XS3 കോഡ് പറഞ്ഞു അല്ലേ. ഇവിടെ എന്താണ്? ഗ്രേ ടു ബൈനറി കോഡ് കൺവേർട്ടർ. ഇത്രയാണ് നമ്മുടെ മോഡ്യൂൾ 3 വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? മോഡ്യൂൾ 3 നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള എന്താ?
ഈ എല്ലാ ചോദ്യങ്ങളും തന്നെ അവർ മിക്സ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അവിടെ എന്താണ് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ആകപ്പാടെ ബൈനറി ആഡറിൽ എന്താണ് ഫുൾ ആഡർ, ഹാഫ് ആഡർ. ബൈനറി സബ്ട്രാക്ടറിൽ ഫുൾ സബ്ട്രാക്ടർ, ഹാഫ് സബ്ട്രാക്ടർ. ബൈനറി പാരലൽ ആഡർ, ഇപ്പൊ ക്യാരി ലുക്ക് ആഡറിൽ മാത്രമേ അതിൽ എങ്ങനെ വരുന്നു എന്നുള്ള ക്വസ്റ്റിന്റെ നീളം കാണുമ്പോൾ മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ അടിക്കാൻ പറ്റും. BCD ആഡർ, 4-bit BCD ആഡർ നമ്മൾ ഇപ്പൊ തന്നെ 2 ക്വസ്റ്റ് പേപ്പറിൽ കണ്ടു അല്ലെ. അതുപോലെ മാഗ്നിറ്റ്യൂഡ് കമ്പാറ്റർ ഒരു വട്ടം കണ്ടു. BMUX എൻകോഡർ എന്ന് പറഞ്ഞാൽ ചെറിയ എൻകോഡർ, 2:1 എൻകോഡർ മാത്രമേ നമ്മളോട് പറഞ്ഞുള്ളൂ. പാറ്റി ജനറേറ്റർ ചെക്കർ അത് അധികം ചോദിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് മോഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ ഈ ഓരോ സംഭവം, ഓരോ ഹെഡിങ് എഴുതി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഫിക്സ് ആണ്. അതിൽ ഒരു മാറ്റവും ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ മോഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്കറിയാം. ഡോൺ കെയർ കണ്ടീഷൻസ് ഒക്കെ കൊണ്ട് നമുക്ക് K-മാപ്പ് വേണമെങ്കിൽ കോംപ്ലിക്കേറ്റ് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം, എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാം. പക്ഷേ മോഡ്യൂൾ 3 വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ മോഡ്യൂൾ 1, 2, 3 ഈ 3 എണ്ണത്തിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അനാലിസിസ് നമ്മളിപ്പോ 2 വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുവിധം ക്ലിയർ ആയി. ഇപ്പൊ സിലബസ് ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ചില കുട്ടികൾക്കെങ്കിലും കുറച്ച് 2 വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ സബ്ജക്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഭയങ്കര ഭീകര സബ്ജക്റ്റ് ഒന്നും അല്ല അല്ലെ. ചില പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇതിന്റെ അകത്തെ സബ്ജക്റ്റിൽ പോലെ തന്നെ പറയുന്ന പോലെ ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് അല്ലെ. ഭയങ്കര വലുതായിട്ട് നമുക്ക് ആ പേരുകളെല്ലാം കാണുമ്പോൾ ഒരു ടെൻഷനേ ഉള്ളൂ. പക്ഷെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള ചില രീതിയിലുള്ള ഒരു ടെക്നിക്കൽ രീതിയിൽ ടാക്ടിക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ താങ്ക് യു. ഞാൻ ഇപ്പോഴത്തെ ക്ലാസ് നിർത്തുവാണ്. ഇനി അപ്പൊ അടുത്ത മോഡ്യൂൾ 4, മോഡ്യൂൾ 5 എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് ഇടാം. ഓക്കെ, താങ്ക് യു.